ഇന്നലെ നമ്മൾ രമേശ് ചേട്ടന്റെ കാര്യം പറഞ്ഞു. എവിടെയാണ് അദ്ദേഹത്തിന് തെറ്റുപറ്റിയതെന്ന് നമുക്ക് ഇന്ന് നോക്കാം. ഇത് പറഞ്ഞപ്പോൾ പലരും ചോദിച്ചു, അദ്ദേഹത്തിന് കുട്ടി ജനിച്ചപ്പോൾ മുതൽ സേവിങ്സ് ചെയ്താൽ പോരായിരുന്നോ എന്ന്. അദ്ദേഹം ആ കുട്ടി ജനിച്ചപ്പോൾ മുതൽ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. കുറേശ്ശെ പണം അദ്ദേഹം ബാങ്കിൽ നിക്ഷേപിക്കുന്നുമുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം വിചാരിച്ചത് ഒരു 5 ലക്ഷം രൂപയുണ്ടെങ്കിൽ കുട്ടിയെ പഠിപ്പിക്കാൻ സാധിക്കുമെന്നായിരുന്നു. പലരും മറന്നു പോകുന്ന ഒരു സത്യമാണ് ഇൻഫ്ലേഷൻ എന്നുള്ളത്. പ്രത്യേകിച്ചും എഡ്യൂക്കേഷൻ ഇൻഫ്ലേഷൻ. സാധാരണ വിലക്കയറ്റം 6% വരുന്നതെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻഫ്ലേഷൻ സംഭവിക്കുന്നത് 10 മുതൽ 12% വരെയാണ്. 15 വർഷം മുതൽ 2 ലക്ഷം രൂപയ്ക്കൊക്കെ പഠിക്കാവുന്ന എഞ്ചിനീയറിംഗ് കോഴ്സുകൾ ഇന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 15ഓ 20ഓ 30ഓ ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരുന്നു. മെഡിക്കൽ പഠനത്തിന്റെ കാര്യങ്ങളാണെങ്കിൽ പറയുകയും വേണ്ട. രമേശ് ചേട്ടൻ പണം സേവ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ അത് ബാങ്കിൽ ആണ് നിക്ഷേപിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അത് വളർന്നുമില്ല. അതൊരു ഡെഡ് മണി പോലെ അവിടെ കിടക്കുകയും ചെയ്തു. ഇൻഫ്ലേഷൻ അതിനെ നന്നായി ബാധിക്കുകയും ചെയ്തു. സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും രണ്ടും രണ്ടാണ്. പലരും കരുതിയിരിക്കുന്നത് സേവിങ്സ് എന്ന് പറഞ്ഞാലാണ് ഇൻവെസ്റ്റ്മെന്റ് എന്നാണ്. അതുകൊണ്ട് തന്നെ ആവശ്യ സമയത്ത് നോക്കിയപ്പോൾ പണം ഒട്ടും വളർന്നിട്ടില്ല, ആവശ്യമായ തുക എത്തിയിട്ടുമില്ല. നമ്മളിൽ 90% ആളുകളും ചെയ്യുന്ന മിസ്റ്റേക്ക് ആണെങ്കിൽ ഇനി രമേശ് ചേട്ടൻ എന്ത് ചെയ്യുന്നു? കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ എന്താണ് പിതാക്കന്മാർക്ക് ചെയ്യാൻ സാധിക്കുന്നത്? നമുക്ക് നാളെ സംസാരിക്കാം.